നമസ്കാരം. അതിവേഗ വാർത്തകൾ നോക്കാം. റാപ്പർ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ കേസെടുത്തതിൽ തെറ്റില്ലെന്ന് വനം മേധാവിയുടെ റിപ്പോർട്ട്. കേസെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് വനം മേധാവി. വേടനെതിരെ വനം വകുപ്പ് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ല. അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദാംശങ്ങൾ പറഞ്ഞതും തെറ്റാണെന്നും വനം വകുപ്പ് മേധാവി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറി ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. മരണങ്ങൾ വിദഗ്ധ മെഡിക്കൽ സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 3 ദിവസത്തിനകം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആശുപത്രി പ്രവർത്തന സജ്ജമാക്കുമെന്നും മന്ത്രി. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. രോഗികളെ മാറ്റാനുണ്ടായ കാലതാമസമാണ് മരണത്തിന് കാരണമായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് കോഴിക്കോട് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി. എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമേ കൃത്യമായ കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നും മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകാൻ ഇടയായ സാഹചര്യം ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റിയ രോഗികളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ടി സിദ്ദിഖ് MLA. സ്വകാര്യ ആശുപത്രികൾക്ക് യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് ഫയർ സ്റ്റേഷന് സ്ഥലം നൽകണം. സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്നും മരണം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും ടി സിദ്ദിഖ്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരൻ ശ്രീലങ്കയിലെത്തിയെന്ന സംശയത്തെ തുടർന്ന് കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ചെന്നൈ കൊളംബോ വിമാനത്തിലായിരുന്നു പരിശോധന. ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിന്റെ അറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയതെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള എല്ലാ ആശയവിനിമയവും നിർത്തി. ഇമെയിലുകളും പോസ്റ്റൽ പാഴ്സൽ സർവീസുകളും മരവിപ്പിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും പാക് പതാകയുള്ള കപ്പലുകൾക്കും വിലക്ക്. നടപടി രാജ്യസുരക്ഷയും പൊതുനയവും കണക്കിലെടുത്ത്. അതേസമയം സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുന്നതായി റിപ്പോർട്ട്. മേഖലയിൽ 1000-ലധികം മദ്രസകൾ അടച്ചുപൂട്ടി. ജനങ്ങളെ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിയാണ് പരിശീലനം നൽകുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതു വിധേനയും ആക്രമണത്തിനുള്ള സാധ്യത കണക്കുകൂട്ടിയാണ് പാകിസ്ഥാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ കുടുംബത്തിന് ആശ്വാസമേകാൻ ഓർത്തഡോക്സ് സഭാധ്യക്ഷനെത്തി. ഭാര്യയെയും മക്കളെയും മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ ആശ്വസിപ്പിച്ചു. കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാവുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പെരുമാറ്റത്തെ പരിഹസിച്ച് CPIM മുഖപത്രം ദേശാഭിമാനി. രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലിലൂടെ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയെന്ന് പരിഹാസം. കേന്ദ്ര തുറമുഖ മന്ത്രാലയം ദേശീയ പത്രങ്ങളിലടക്കം നൽകിയ പരസ്യത്തിൽ ഇടം പിടിച്ച് മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ വിമർശനവുമായി ഡോക്ടർ ശശി തരൂർ MP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചടങ്ങിൽ പ്രസംഗിച്ച ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചില്ലെന്നും അതിൽ ലജ്ജിക്കുന്നുവെന്നും വിമർശനം. അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന തനിക്ക് അതിന് അവസരം ലഭിച്ചില്ലെന്നും ശശി തരൂർ MP. CPIM BJP അന്തർധാരയുടെ ഭാഗമായാണ് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് വേദിയിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഇരുത്തിയതെന്ന് UDF കൺവീനർ MM ഹസൻ. പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ നിന്നും ഒഴിവാക്കി. ഈ പദ്ധതി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആരും ചടങ്ങിൽ പറഞ്ഞില്ല. ഒരു കമ്പനിയും വിഴിഞ്ഞം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സമയത്ത് ഉമ്മൻചാണ്ടിയാണ് മുൻകൈയെടുത്തത്. വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പദവി മറന്ന് രാഷ്ട്രീയം സംസാരിച്ചുവെന്നും MM ഹസൻ.
പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്താൻ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങി. കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ആന്റണിക്കും സണ്ണി ജോസഫിനും സാധ്യത. മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി കെ സുധാകരൻ. മലപ്പുറത്ത് ചക്കദേഹത്ത് വീണ 9 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചങ്കുവെട്ടി സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ആയിഷ തസ്നിയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്ക വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കോട്ടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് 9 പശുക്കൾ ചത്തു. ട്രെയിൻ ഇടിച്ചത് മലമ്പുഴ കാഞ്ഞിരക്കടവ് സ്വദേശി അനന്തകൃഷ്ണന്റെ പശുക്കൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തൊഴുത്തിൽ പശുക്കളില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റെയിൽവേ ട്രാക്കിൽ പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അനന്തകൃഷ്ണന്റെ 13 പശുക്കളിൽ 9 പശുക്കളെയാണ് ട്രെയിൻ ഇടിച്ചത്. അതേസമയം അനന്തകൃഷ്ണനെതിരെ റെയിൽവേ കേസെടുത്തു. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് രേഖകളില്ലാത്ത 4 കോടി രൂപ പിടികൂടി. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൻ അഹമ്മദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ മാഹി കൊളശ്ശേരിയിൽ ടോൾ ബൂത്തിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരെ മർദ്ദിച്ച് പണം കവർന്നു. 20 പേരടങ്ങുന്ന അക്രമി സംഘമാണ് ബൂത്തിൽ കയറി മർദ്ദിച്ചത്. ആക്രമണത്തിൽ 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. 1,35,000-ഓളം രൂപ അക്രമി സംഘം കവർന്നു. കണ്ണൂർ കരിവള്ളൂരിൽ വിവാഹ ദിവസം നവവധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്ന് പരാതി. 30 പവനോളം സ്വർണം മോഷണം പോയതായി പരാതിയിൽ പറയുന്നു. ഭർത്താവിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് മോഷണ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംഭവത്തിൽ കുടുംബം പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. തൃശൂർ കൊടകരയിൽ വൻ ലഹരിവേട്ട. 200 ഗ്രാമോളം MDMA-യുമായി യുവതിയും യുവാവും പിടിയിൽ. പിടിയിലായത് വെള്ളാങ്കല്ലൂർ സ്വദേശി ദീപക്, പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവർ. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ വൻ രാസലഹരിവേട്ട. 200 ഗ്രാം MDMA-യുമായി കൊല്ലം സ്വദേശി സുഹൈൽ നസീറാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് വോൾവോ ബസ്സിൽ കടത്തുകയായിരുന്ന MDMA-യാണ് പിടികൂടിയത്. എറണാകുളം മുൻ RTO ആയിരുന്ന ജേഴ്സൺ TM, ഭാര്യ റിയ ജേഴ്സൺ എന്നിവർക്കെതിരെ കേസെടുത്ത പോലീസ്. എറണാകുളം സ്വദേശി അൽ അമീന്റെ പരാതിയിലാണ് കേസ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 75 ലക്ഷത്തോളം വില വരുന്ന തുണിത്തരങ്ങൾ അൽ അമീനും അമ്മയും നടത്തിയിരുന്ന സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തു എന്നാണ് പരാതി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ യുവതി പിടിയിലായത് കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി CEO കാർത്തിക പ്രദീപ്. കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട്ട് നിന്ന്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നായി 3.5 കോടിയിലധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. പണം മടക്കി ചോദിച്ചവരോട് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് കാർത്തിക ഭീഷണി മുഴക്കിയതായും പരാതി. തൃശൂർ പൂരം പ്രമാണിച്ച് പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ. 6-7 തീയതികളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട്, തൂത്തുക്കുടി പാലക്കാട് പാലരുവി എന്നീ എക്സ്പ്രസ് തീവണ്ടികൾക്കാണ് ഇരുദിശകളിലും സ്റ്റോപ്പ് അനുവദിച്ചത്. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. താനീ പറയുന്നത് ആ താരത്തിന് മനസ്സിലാകുമെന്നും ആ തെറ്റിനി ആവർത്തിക്കരുതെന്നും നിർമ്മാതാവ് മുന്നറിയിപ്പ് നൽകി. കൊച്ചിയിൽ നടന്ന നടൻ ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് ചടങ്ങിലാണ് നിർമ്മാതാവിന്റെ വിമർശനം. വയനാട് ചീരാലിൽ വീണ്ടും പുലി ആക്രമണം. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന മൂരിക്കുട്ടിയെ കൊന്നു ഭക്ഷിച്ചു. കരിങ്കാളിക്കുന്ന് താവരിമല രാജേഷിന്റെ മൂരിക്കുട്ടിയെയാണ് പുലി കൊന്നത്. പുലിയുടെ സാന്നിധ്യം പതിവായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ മാസം 21-നും 23-നും ഇതേ മേഖലയിൽ പുലി ഒരാടിനെയും പശുവിനെയും ആക്രമിച്ചു കൊന്നിരുന്നു.
നാട്ടുകാരിൽ ചിലർ പുലിയെ കണ്ടതോടെ സമീപത്തെ കൃഷിയിടത്തിൽ കൂട് സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുലിയെ പിടിക്കാൻ വനംവകുപ്പ് ലൈവ് ക്യാമറകൾ സ്ഥാപിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണം. കൊല്ലത്തെ 7 വയസ്സുകാരിക്ക് പേവിഷബാധ. കൊല്ലം വിളക്കൊടി സ്വദേശിക്കാണ് വാക്സിൻ എടുത്തതിന് ശേഷം പേവിഷബാധയേറ്റത്. ഏപ്രിൽ 8-നാണ് കുട്ടിയെ നായ കടിച്ചത്. കുട്ടിക്ക് അന്നു തന്നെ പ്രതിരോധ കുത്തിവെപ്പ് നൽകിയെങ്കിലും പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിക്ക് 3 തവണ തുടർ വാക്സിനുകൾ നൽകി. കുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ്. കർണാടക മംഗളൂരുവിൽ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഘർഷ സാധ്യതയെ തുടർന്ന് മംഗളൂരു നഗരത്തിൽ ഇന്നും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വൻ പോലീസ് സന്നാഹം. ഗോവയിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. ഷിർഗാവോയിലെ ശ്രീ ലൈരായി ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ വടക്കൻ ഗോവയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രി സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ജർമ്മനിക്കും കാനഡയ്ക്കും ശേഷം ഓസ്ട്രേലിയ ഇന്ന് പോളിംഗ് ബൂത്തിൽ. 40 ലക്ഷം പേർ ഇതിനകം പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ലേബർ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായ ആന്റണി ആൽബനീസ് നയിക്കുന്ന സഖ്യമാണ് പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടണിന്റെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിയാകട്ടെ അധികാരം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ഇക്കുറി ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുമെന്നാണ് പ്രവചനം. എന്നാൽ നേരിയ ഭൂരിപക്ഷം ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കുണ്ടെന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത്. ഗാസയിലേക്ക് ഭക്ഷണവും മാനുഷിക സഹായങ്ങളുമായി പോയ കപ്പലിലെ ഇസ്രായേൽ ഡ്രോണുകൾ ആക്രമിച്ചതായി ഫ്രീഡം ഫ്ലോട്ടില്ല സഖ്യം. വെള്ളിയാഴ്ച രാത്രിയോടെ മാൾട്ട തീരത്തിനടുത്താണ് ആക്രമണമുണ്ടായത്. മാൾട്ടയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ വെച്ച് കോൺഷ്യൻസ് എന്ന കപ്പലിന് നേരെ 2 തവണ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി പ്രസ്താവനയിൽ. ആരോപണത്തോട് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആമസോൺ വെയർഹൌസിൽ BIS പരിശോധനയിൽ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. ISI മാർക്ക് വ്യാജമായി ഒട്ടിച്ചതും നിയമപ്രകാരമുള്ള ലേബലുകൾ ഒട്ടിക്കാത്തതുമായ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. BIS സർട്ടിഫിക്കേഷൻ മാർക്ക് വ്യാപകമായി ദുരുപയോഗിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി. പോപ്പിന്റെ വേഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. AI സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ഡൊണാൾഡ് ട്രംപ്. പോപ്പ് ട്രംപിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വത്തിക്കാനെ മഹത്തരമാക്കൂ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നിറഞ്ഞു. ട്രംപിനെതിരെ വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. നിലവിൽ ജില്ലയിൽ അലർട്ടുകൾ ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലയിൽ നാളെ ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് മണ്ണാർക്കാട് 2.5 വയസ്സുകാരിയെ കൊണ്ട് അമ്മ കിണറ്റിൽ ചാടി. ഇരുവരെയും ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടി മരിച്ചു. തച്ചനാട്ടുകര സ്വദേശി കാഞ്ചനയാണ് 2.5 വയസ്സുകാരി വേദിക്കിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം കിണറ്റിൽ ചാടിയത്. മാസങ്ങളായി കാഞ്ചന സ്വന്തം വീടായ പാലോട് മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. എറണാകുളം കളക്ടറുടെ ചേംബറിന്റെ സീലിംഗിനിടയിൽ മരപ്പട്ടിയെ കണ്ടെത്തി. വനം വകുപ്പിന്റെ വന്യമൃഗ സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങൾ 2 മണിക്കൂറോളം ശ്രമിച്ചെങ്കിലും മരപ്പട്ടിയെയും കുഞ്ഞുങ്ങളെയും പിടികൂടാനായില്ല. കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുന്നതിനിടെയാണ് ചേംബറിന് മുകളിലെ സീലിംഗിൽ അനക്കം കേട്ടത്. തുടർന്ന് വനം വകുപ്പിന്റെ റെസ്ക്യൂ അംഗങ്ങളെത്തി നടത്തിയ പരിശോധനയിലാണ് മരപ്പട്ടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. ഇവയെ പിടികൂടാനുള്ള ശ്രമം തുടരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. തൃശൂരിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിൽ. പാണ്ടിക്കാട് സ്വദേശി ഫിറോസിനെയാണ് റിമാൻഡ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ നൽകുന്ന പണത്തിന്റെ ഇരട്ടി പണം തിരികെ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കൊടകര സ്വദേശിനിയുടെ പരാതിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ഇരിട്ടിയിൽ വീട് കുത്തി തുറന്ന് 8 പവൻ സ്വർണവും 18,000 രൂപയും കവർന്ന 17-കാരൻ പിടിയിൽ.
ഇലക്ട്രിക് സ്കൂട്ടിയുടെ ബാറ്ററിയും വാങ്ങാനാണ് മോഷണം നടത്തിയതെന്ന് 17-കാരൻ പോലീസിനോട് പറഞ്ഞു. കല്ലുമുട്ടി റോഡരികിൽ കുലുക്കി സർബത്ത് വിൽപ്പന നടത്തുന്ന കടയിലെ ജീവനക്കാരനാണ് പ്രതി. മോഷ്ടിച്ച പണവും സ്വർണവും പോലീസ് കണ്ടെടുത്തു. കൊല്ലത്ത് മൊബൈൽ ഫോൺ മോഷ്ടാവ് പിടിയിൽ. നല്ലില സ്വദേശി തോമസ് ആണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പാലമുക്ക് സ്വദേശി നസീറിന്റെ പരാതിയിലാണ് തോമസിനെ അറസ്റ്റ് ചെയ്തത്. കണ്ണനല്ലൂരിലെ ബാറിന് സമീപത്താണ് മോഷണം നടന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷണം പോയി. ഒറ്റത്തെരുവിൽ അനന്തന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് മോഷണം പോയത്. ബൈക്കിലെത്തിയ 2 പേരാണ് മോഷണം നടത്തിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇരുചക്രവാഹന യാത്രക്കാരെ വടികൊണ്ട് ആക്രമിച്ച് യുവാവ്. സംഭവം എറണാകുളം വരാപ്പുഴ കണ്ടെയ്നർ റോഡിൽ. ഇതര സംസ്ഥാനക്കാരനായ യുവാവാണ് ആക്രമണം നടത്തിയത്. യുവാവിനെ പോലീസ് എത്തി മാറ്റി. മാനസിക രോഗമുള്ളയാളാണ് യുവാവെന്ന് പോലീസ്. യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റത് തിരുവനന്തപുരം സ്വദേശി അൻഷാദിന്. വാക്കുതർക്കത്തെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ 4 പേരടങ്ങുന്ന സംഘം. തൃശൂരിൽ വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. കോട്ടായി സ്വദേശി സുബിനെയാണ് റിമാൻഡ് ചെയ്തത്. മതിക്കുന്ന് സ്വദേശി മോഹനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സുബിൻ അറസ്റ്റിലായത്. ടൂറുപോയ കാർ തിരികെ കൊടുക്കാൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം. തിരുവനന്തപുരം വർക്കലയിൽ മിന്നലേറ്റ് യുവാവ് മരിച്ചു. വർക്കല സ്വദേശി രാജേഷാണ് മരിച്ചത്. വീടിന് മുന്നിൽ ഇരിക്കുമ്പോഴാണ് മിന്നലേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മലപ്പുറം പൊന്നാനി നരിപ്പറമ്പ് ഹൈവേയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. കൊല്ലം സ്വദേശിനി സിയെയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. എറണാകുളം ഭാഗത്ത് നിന്ന് തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ എതിരെ വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടുക്കി കല്ലാർകുട്ടിയിൽ ഡാമിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ 100 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. വെട്ടിമുടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ മണി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം പെരുമ്പാവൂർ പാണിയേലിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയവരുടെ ജീപ്പ് മറിഞ്ഞ അപകടം. 4 കുട്ടികളടക്കം 10 പേർക്ക് പരിക്ക്. കുന്നംകുളം സ്വദേശി ബിനോയും കുടുംബവും സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ബിനോയ് ഓടിച്ചിരുന്ന ജീപ്പ് ചെളി നിറഞ്ഞ താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമാണ്. അതിവേഗ വാർത്തകൾ തുടരുന്നു. തൃശൂർ പാടൂർ അലീമുൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും അരങ്ങേറി. തൃശൂർ പാടൂരിൽ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ വെച്ച് നടന്ന ഏഷ്യ ആൻഡ് ഓഷ്യാനിയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ലുക്മാനുൽ ഹക്കീമിന് സ്വീകരണം നൽകി. അലീമുൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. സ്വീകരണ യോഗം വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം MLA CC മുകുന്ദൻ നിർവഹിച്ചു. മലപ്പുറത്ത് ബസ്സിൽ കുഴഞ്ഞു വീണ ബാലികയെ ആശുപത്രിയിൽ എത്തിച്ച് സഹോദരങ്ങളായ സ്വകാര്യ ബസ് ജീവനക്കാർ. കാളികാവ് നിലമ്പൂർ റൂട്ടിൽ ഓടുന്ന വിഷ്ണു ബസ്സിലെ ഡ്രൈവർ അനീഷ്, കണ്ടക്ടർ അജീഷ് എന്നിവരാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഒറ്റപ്പാലത്ത് നിന്ന് ബസ്സിൽ കയറിയ കുട്ടി യാത്രക്കിടയിൽ കുഴഞ്ഞു വീഴുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയുമായിരുന്നു. ഉടൻ ബസ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോവുകയും കുട്ടിക്ക് ചികിത്സ നൽകുകയും ചെയ്തു. തിരുവനന്തപുരം പൂവച്ചാലിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി. കൃത്യസമയത്ത് ഓടകൾ വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് ആരോപണം.
അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് മുൻ വാർഡംഗം ശ്രീകണ്ഠൻ പറഞ്ഞു. ഓട വൃത്തിയാക്കാനായി പഞ്ചായത്ത് 10 ലക്ഷം രൂപ നൽകിയിരുന്നെന്നും തുക എന്തു ചെയ്തെന്നറിയാനായി വിവരാവകാശ കമ്മീഷൻ ഉടൻ പരാതി നൽകുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. കനത്ത വേനലിൽ ജലസമൃദ്ധമായി പഴശ്ശി ഡാം. 30-ലധികം പഞ്ചായത്തുകൾക്കും കണ്ണൂർ കോർപ്പറേഷനും 5 നഗരസഭകൾക്കും കുടിവെള്ളം നൽകുന്ന ഡാമിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിന്റെ ആശ്വാസത്തിൽ ജനങ്ങൾ. നിലവിൽ സംഭരണിയിൽ 24 മീറ്റർ വെള്ളം. പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ആരോപണം. റോഡ് കുത്തിപ്പൊളിച്ചാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതെന്നും കാൽനട യാത്രയ്ക്ക് തടസ്സമാകുന്നുണ്ടെന്നും നാട്ടുകാർ. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കോഴിക്കോട് ചേളന്നൂരിൽ മൃഗാശുപത്രി സബ് സെന്റർ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മൃഗാശുപത്രി സബ് സെന്ററിന് സ്ഥലം സംഭാവനയായി നൽകിയ KT രഞ്ജിത്ത് പുതിയങ്ങാടിയെ അനുമോദിച്ചു. IPL-ൽ ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്തിന്റെ ജയം 38 റൺസിന്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും ജോസ് ബട്ട്ലറുടെയും അർദ്ധ സെഞ്ചുറികളാണ് ഗുജറാത്തിന് മികച്ച റൺ സമ്മാനിച്ചത്. ഇതോടെ 14 പോയിന്റുമായി ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബംഗളൂരുവിന് പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള അവസരമാണ് ചെന്നൈക്കെതിരായ മത്സരം. മത്സരം രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കും. ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. മെയ് 5-ന് ശേഷവും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. വോട്ടിംഗ് യന്ത്രങ്ങൾ, VVPAT മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയായതായും കളക്ടർ അറിയിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. മേഖലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. 1 മാസം മുൻപും പ്രദേശത്ത് പുലി ഇറങ്ങിയിരുന്നു. വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടിക്കാനായില്ല. പ്രദേശത്തിറങ്ങിയത് പുലിയല്ലെന്നായിരുന്നു വനം വകുപ്പിന്റെ വിശദീകരണം. തുടർന്നാണ് നാട്ടുകാർ ക്യാമറ സ്ഥാപിച്ചത്. പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന ആവശ്യം ശക്തം. കണ്ണൂർ മുണ്ടയാട് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഇടുക്കി ഉടുമ്പൻചോല സ്വദേശി ശങ്കർ മനോജാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ശങ്കറിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന പാലക്കാട് സ്വദേശി മനീഷിനും പരിക്കേറ്റു. ശങ്കർ ബ്രണ്ണൻ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് കല്യാശ്ശേരി സ്വദേശി PK സാവിത്രി. കണ്ണൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ വീട്ടമ്മയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.